അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനപ്രഭ എന്ന വചന സന്ദേശത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടെ കാണുവാനും വചനത്തെ ഷെയർ ചെയ്യുവാനും വചനത്തെ ധ്യാനിപ്പാനൊക്കെ ദൈവം കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്നാൽ വചനം പറയുന്നു, കർത്താവിൽ സന്തോഷമായിരിക്കുമ്പോഴാണ് ആ സന്തോഷത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത രൂപാന്തരപ്പെടുന്നത്. വിവിധ പ്രശ്നങ്ങളിലൂടെ കൂടെ കടന്നുപോയാലും നമുക്കൊരു സമയത്തും പൂർണ്ണ സന്തോഷം നമുക്ക് ലഭിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വചനം ഉറപ്പു തരികയാണ്, കർത്താവിൽ സന്തോഷമായിരുന്നാൽ ആ സന്തോഷത്തിന് ഒരു പൂർണ്ണതയുണ്ടാകും. എല്ലാവരും സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിലൂടെ കടന്നുപോയാലും ഏതെല്ലാം എൻ്റർടൈൻമെൻറ്റിലൂടെ കടന്നുപോയാലും അതിനൊന്നും ഒരു പൂർണ്ണ സന്തോഷം ലഭിക്കാൻ കഴിയുന്നില്ല. ആ കാര്യങ്ങൾക്കെല്ലാം താൽക്കാലികമായിരിക്കുന്ന ഒരു സന്തോഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം ഒരു സന്തോഷം, ആ യാത്ര ചെയ്യുമ്പോൾ മാത്രം ഒരു സന്തോഷം, ആ പാർക്കിലിരിക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എല്ലാവരും സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിലർ യാത്ര പോകുന്നു, ചിലർ ചില കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ചിലർ വിനോദയാത്രകളിലായിരിക്കുന്നു, ചിലർ പാർക്കുകളിൽ പോയിരിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള എൻ്റർടൈനുകൾ അവരായി കണ്ടെത്തി അതിനുവേണ്ടി സമയങ്ങളെ വേർതിരിച്ച് സന്തോഷിക്കുവാൻ വേണ്ടി അവരായിരിക്കുന്ന മേഖലകളിലെല്ലാം ആ സന്തോഷവേളകളിൽ താൽക്കാലികമായിരിക്കുന്ന ഒരു സന്തോഷം മാത്രമേ ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. ആ കാര്യാദികളെല്ലാം കഴിഞ്ഞ് മടങ്ങി ഭവനത്തിലെത്തുമ്പോൾ മറുപടിയും ആ ഏകാന്തമായിരിക്കുന്ന ആ നിരാശകൾ നമ്മെ അലട്ടുവാനിടയായിത്തീരും. എന്നാൽ വചനം നമുക്ക് ഉറപ്പു തരികയാണ്, കർത്താവിൽ സന്തോഷിപ്പിൻ. എത്ര ആശ്വാസമാണല്ലേ! കർത്താവിൽ സന്തോഷിപ്പിൻ. ആ കർത്താവിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നുവെങ്കിൽ ആ സന്തോഷത്തിന് ഒരു പൂർണ്ണതയുണ്ടാകും. മനുഷ്യർ കണ്ടെത്തുന്ന സന്തോഷങ്ങളെല്ലാം ഒരു താൽക്കാലിക സന്തോഷമായിരിക്കും. എന്നാൽ കർത്താവിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നുവെങ്കിൽ ആ സന്തോഷം ഒരു വലിയ പൂർണ്ണതയിൽ എത്തുവാനിടയായിത്തീരും. ഒരു വ്യക്തി കോപത്തിലിരിക്കുന്നു, ഭയത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലും ഭയം, പുറത്തും ഭയം, ഉള്ളിലും കോപം, പുറത്തും കോപം. അതുപോലെ കർത്താവിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിരിക്കുന്ന സന്തോഷം ഉണ്ടാകുവാനിടയായിത്തീരും. ഭയം മാറും, മരണഭീതി മാറും, കോപം മാറും. അന്ന് സന്ധ്യയായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് നാം അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പടകിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും തിരമാലകളും ഒന്നടങ്കമായി ആഞ്ഞടിച്ച് പടക് മുങ്ങുമാറായ മേഖലകളിൽ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ടു. ശിഷ്യന്മാർ ഭയന്നുപോയി. തണ്ടുവലിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം മരണഭീതിയായി മരിച്ചു. ഇവിടെ മരണം നിശ്ചയമായിട്ട് ഉറപ്പാക്കിയ ശിഷ്യന്മാർ ഭയന്നുപോയി. എന്നാൽ യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയാണ്. ജീസസ് ആ കിടന്നുറങ്ങിയ യേശു, നാഥ, ശിഷ്യന്മാർ നിലവിളിക്കുക, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് അങ്ങക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ ഉടനെ നാഥൻ ചാടി എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശാന്തമാകുവാനിടയായിരുന്നു. കാറ്റേ അടങ്ങ, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് പ്രകൃതിയുടെ മേലധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, മരണത്തിന്മേൽ അധികാരമുള്ളവൻ,
സകലത്തിൻ്റെയും അധികാരം പ്രാപിച്ച, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നരുളിച്ചത് നസ്രായനായ യേശു ഉടനെ ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് ചാടി എഴുന്നേറ്റ് കാറ്റിനെയും കടലിൻ്റെ കോപത്തെയും ശാസിക്കാനിടയായി തീർന്നു. പ്രിയമക്കളെ, എപ്പോഴും സന്തോഷിപ്പിൻ. ക്രിസ്തുവിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? സകലത്തെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ നസ്രായനായ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോരാ, കർത്താവിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പൂർണ്ണമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ കർത്താവിൽ നമ്മളായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഈ നാളുകളിൽ കർത്താവിൽ നമ്മൾ സന്തോഷിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം ധന്യകരമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്നേഹവാനെ, നന്ദിയോടെ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പ്രത്യേകാൽ സന്തോഷമില്ലാതെ ജീവിതത്തിൽ നിരാശകൾ തളം കെട്ടി നാളെ എന്തു ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപജീവന ചിന്തകളാൽ അലട്ടുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. യേശുവേ, അവരോട് കരുണ തോന്നുമാറാകണമേ. കർത്താവേ, മറ്റു മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ, രോഗിയായിരിക്കുന്നവർ, മക്കളുടെ വിഷയങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരൊക്കെ ഈ സന്ദേശം ശ്രവിക്കുന്നല്ലോ. യേശുവേ, അവരോടങ്ങ് കരുണ തോന്നുമാറാകണമേ. അങ്ങയുടെ വലിയ സന്തോഷം അവരുടെ ഹൃദയത്തിൽ നൽകിയാട്ടെ. ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ, ക്രിസ്തുവിലായിരിക്കാൻ ദൈവർക്ക് കൃപ നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനമായി നിന്ന് ദൈവമൊരുക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തങ്ങളും ഒക്കെ അനുഭവിച്ചറിയുവാൻ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയ്ക്കുള്ള പൊതിയണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രികാലം സുഖകരമായ ഉറക്കം നൽകി ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.